എല്ലാവർക്കും സ്വാഗതം. ടെലിഗ്രാം വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പലർക്കും അറിയില്ല. അപ്പം നമുക്ക് ഇന്നലെ ആണെങ്കിൽ കിട്ടിയ ഹാംസ്റ്ററൊക്കെ ഇന്നലെ തൊട്ട് വന്നിരുന്നു. അപ്പോൾ ടോൺ കീപ്പർ വാലറ്റും ഒക്കെ കൊടുത്താൽ ഒരുപാട് ലേറ്റാവും, അത് നാളെയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കണം. ഇത് ഈ ഒരു പ്രൊഫൈൽ എടുക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ഒരു 3 ഡോട്ടി, അപ്പോൾ നമ്മുടെ വാലറ്റ് കാണും. ഓൾറെഡി ഒരു വാലറ്റ് കാണും. വാലറ്റ് ഇല്ല, അത് ഓപ്പണായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഇത് ഇവിടെ ഒന്ന് നോക്കിയാലൊന്നും ഈ ഒരു KYC അങ്ങനെ ഇതൊന്നും കാണത്തില്ല നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ. അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഒരു നമ്മൾ ടോൺ കോയിന് റിസീവ് അഡ്രസ്സ് ഇത് ചെയ്യുന്നു. ജസ്റ്റ് റിസീവ് അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി ആ ഒരു നിങ്ങൾ 18 വയസ്സായോ എന്ന് ചോദിച്ച് ഇങ്ങനെ വരും, ടിക്ക് വരും. അപ്പം നമ്മൾ അത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ബേസിക്കായിട്ട് KYCക്ക് നിങ്ങളുടെ ഒരു നെയിമും നിങ്ങളുടെ റിയലായിട്ടുള്ള നെയിമും ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും. അപ്പോൾ ആ ഒരു ബേസിക് KYC അവിടെ കഴിഞ്ഞു. ബേസിക്കായിട്ടുള്ള KYC, ഫുൾ KYC ചെയ്താലാണ് ചിലതൊക്കെ ഉള്ള എയർ ഡ്രോപ്പുകളൊക്കെ ഇതിലോട്ട് വരുന്നത്. ഇത് ബേസിക്, ഇപ്പോൾ ഹാംസ്റ്ററിന് ബേസിക് മതിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ആ ഒരു ഓപ്ഷൻ കഴിയുമ്പോൾ ജസ്റ്റ് കാണിക്കാം. ഈ ഒരു സെറ്റിങ്ങിൽ തന്നെ ഇവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ലെവലെന്ന് വരും. അപ്പോൾ ഇവിടെ ബേസിക് ആയിരിക്കും ഇവിടെ വന്ന് കിടക്കുന്നത്. നമ്മൾ ആ ഒരു ഇവിടെ ആകുമ്പോൾ ആ ഒരു ഓപ്ഷൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് എന്ന ഓപ്ഷന് ആദ്യം ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ബേസിക് എന്ന് ജസ്റ്റ് ഒരു പേരും നമ്മുടെ ഒരു ഇതും. ഇപ്പം നിങ്ങൾക്ക് 2 ഫോണുണ്ടെങ്കിൽ മറ്റൊരു ഫോണിൽ വേറൊരാളുടെ പേരും ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഇതും അത് കൊടുക്കുക. എന്നിട്ട് എക്സ്റ്റെൻഡ് എന്നൊരു സംഭവമുണ്ട്. ഈ എക്സ്റ്റെൻഡ് എന്നുള്ള സംഭവത്തിലാണ് നമ്മുടെ ആധാർ അല്ലെ ഏതെങ്കിലും ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ആധാർ കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, അങ്ങനെ ഉള്ള ഓപ്ഷനുണ്ട്. അത് കൊടുക്കുക. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫ്രണ്ടും ബാക്കും ഉള്ള ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് ഒരു സെൽഫി ഉണ്ട്, നിങ്ങൾ നേരെ ഇങ്ങനെ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, നമ്മളൊന്ന് റൗണ്ട് ഇങ്ങനെ തലയൊന്നാക്കുക. അത്രയാകുമ്പോൾ ആ ഒരു ഇതാവും. ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണം നമ്മുടെ ആധാറിൻ്റെയൊക്കെ കൊടുക്കുമ്പോൾ, കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുക ഫ്രണ്ടും ബാക്കും. ഓക്കെ, അതാകുമ്പോൾ ആ ഒരു എക്സ്റ്റെൻഡ്. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ അടുത്ത് എക്സ്റ്റെൻഡ് എന്ന് വരും. ഇപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ആണ്, അതും കഴിഞ്ഞ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി അഡ്വാൻസ്ഡ് ലെവൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതിപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ പോയാൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ലോക്കഡ് ആയിരിക്കും. ആ ഒരു ലോക്കഡിനെ മാറ്റാൻ ഏതെങ്കിലും ഒരു PDF-ൻ്റെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ആ ഒരു JPG ആക്കുക. ആ ഒരു PDF-ന് ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ആ ഒരു ആദ്യ പേരുമായിട്ട് ആയിരിക്കും അത് ലോക്കഡ് ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് നിങ്ങൾ എടുക്കുക, നിങ്ങൾ ആ ഒരു JPG ഫയലിലോട്ട് ആക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മറ്റേ PDF-ഉം പറ്റും. ഇനി PDF മറ്റേ JPG ആക്കാൻ പറ്റില്ല. അങ്ങനെ JPG ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയി. ഞാൻ അഡ്വാൻസ്ഡ് ആക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എത്ര പേര് കാണുന്നെന്ന് അറിയത്തില്ല. എന്നാൽ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.